സോ ബോയ്സ് ആൻഡ് ഗേൾസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ തുടരും. അപ്പം നമ്മൾ ഇന്നലെ പോയി തുടരും കണ്ടു. അപ്പോൾ എല്ലാവരും കുറേ പേര് തിയേറ്ററിൽ പോയി കണ്ടു, കുറേ പേർക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്നൊക്കെ നമുക്ക് അറിയാം. ഞങ്ങളും കുറേ ട്രൈ ചെയ്തിട്ടാണ് രണ്ട് ടിക്കറ്റ് കിട്ടിയത്. ഹൗസ്ഫുള്ളാണ്, എല്ലായിടത്തും സിനിമ ഹൗസ്ഫുള്ളാണ്. ഈ അടുത്തൊന്നും ഇത്രയും ഹൗസ്ഫുള്ളായിട്ട് സിനിമ ഒന്നും റൺ ചെയ്തിട്ടത് എൻ്റെ അറിവിലില്ല. നമ്മുടെ എമ്പുരാൻ പോലും ഇത്രയും ഹൗസ്ഫുൾ അല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് തന്നെ സിനിമയുടെ ഒരു സെറ്റപ്പ് കാരണം സിനിമ വീണ്ടും ഹൗസ്ഫുള്ളൊന്നും ആയില്ല. പക്ഷേ ഇവിടെ തുടരും മൂവിയിലേക്ക് വരുമ്പോഴത്തേക്കും സിനിമ തകർക്കുകയാണ്. കാരണം എന്താ പറയുക, ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ് സിനിമ നമുക്ക് തരുന്നത്. അപ്പം വെൽക്കം ടു ദ ഓണസ്റ്റ് റിവ്യൂ ഓഫ് തുടരും മൂവി. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു കഥയാണ്. ഇതിനു മുമ്പ് നമ്മൾ എവിടെയൊക്കെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കൂട്ട കഥകളൊക്കെയാണ് സിനിമയ്ക്കുള്ളത്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് പ്രമേയം ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അപ്പം സിനിമ എടുത്തു പറയേണ്ടത് നമ്മുടെ തരുൺ മൂർത്തി, ഓപ്പറേഷൻ ജാവ, അതുപോലെ തന്നെ സൗദി വെള്ളിലേക്ക് ചെയ്ത വ്യക്തിയാണ് തരുൺ മൂർത്തി. പുള്ള മൂന്നാമത്തെ സിനിമയാണ് തുടരും. മോഹൻലാൽ സ്റ്റാർ ചെയ്യുന്നു, ശോഭന, അതുപോലെ തന്നെ ബിനു പപ്പു. പിന്നെ അതിലൊരു പുതുമുഖ വില്ലനുണ്ട്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. എൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങോട്ട് അഴിഞ്ഞാട് കാണും. നമ്മുടെ ലാലേട്ടനൊപ്പം തന്നെ പിടിച്ചു നിൽക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് നമ്മുടെ ഇതിനകത്ത് വില്ലൻ റോൾ ചെയ്തേക്കുന്നത്. പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. ജോർജ് എന്നാണ് ഈ സിനിമയ്ക്കകത്ത് പുള്ളിയുടെ ക്യാരക്ടർ നെയിം. പിന്നെ ബിനു പപ്പു പുള്ളിയുടെ ഒരു പ്രവർത്തനമാണ്. അവർ രണ്ടും പോലീസ് ക്യാരക്ടേഴ്സാണ്. അഫ്കോഴ്സ് അതുകൊണ്ട് തന്നെ നമുക്ക് പല സിനിമകളുടെയും റിസംബ്ലൻസ് ഇതിനകത്ത് ഫീൽ ചെയ്യും. ചില സമയത്ത് ഇത് ദൃശ്യമായിട്ട് തോന്നും, ചില സമയത്ത് നമുക്കിത് ഒപ്പം സിനിമയിലെ ഒരു സീൻ നമുക്ക് ഫീൽ ചെയ്യും. ഇതിനകത്തൊരു എസ്പെഷ്യലി ഒരു ഫൈറ്റ് സീനുണ്ട്, അതിനകത്ത് നമുക്കത് ഒപ്പം സിനിമയ്ക്കകത്തൊരു ഫൈറ്റ് സീനായിട്ട് ഒരു റിസംബ്ലൻസ് തോന്നും. ഇതെല്ലാം തികച്ചും യാദൃച്ഛികമാത്രമായിട്ട് തോന്നുകയാണ്. പിന്നെ സിനിമയ്ക്ക് വരുമ്പോൾ ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദ എൽ ബ്രാൻഡ്, നമ്മുടെ മോഹൻലാലിനെ വെച്ചിട്ടുള്ള ഒരു, പിന്നെ പുള്ളിയുടെ അഭിനയത്തെക്കുറിച്ച് എല്ലാവരും പുള്ളിയുടെ ഭയങ്കര അഭിനയം എന്നൊക്കെ പറയുന്നത്. പക്ഷേ പുള്ളിക്ക് നല്ലൊരു പരിപാടിയല്ലേ കിട്ടിയത്, നല്ല പുള്ളിയെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന ഒരാൾ വന്ന് നല്ല ഒരു അഭിനയം പുള്ളി കാഴ്ചവെക്കുന്ന കാര്യം എല്ലാവർക്കും. പിന്നെ പുള്ളിയുടെ അഭിനയത്തെക്കുറിച്ചൊന്നും നമ്മൾ എടുത്തു വരേണ്ട കാര്യമൊന്നുമില്ല. പുള്ളി ഓൾറെഡിയൊക്കെ ലെജൻഡാണ്. പുള്ളീനെ അഭിപ്രായത്തെ അല്ലെങ്കിൽ പുള്ളി ഇപ്പം പണ്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് പുള്ളി അഭിനയം പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്കൊന്നും അങ്ങനെ അതിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല. നല്ലൊരു സ്ക്രിപ്റ്റ് വന്നു, അതുപോലെ നല്ല പുള്ളിയെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്നൊരു നല്ല ഡയറക്ടർ വന്നു, പുള്ളി കിടിലനായിട്ട് പെർഫോം ചെയ്തു. അത് നമുക്ക് തിയേറ്ററിൽ കാണാനുണ്ട്, സിനിമയിൽ കാണാനുണ്ട്. പിന്നെ ആഫ്റ്റർ ലോങ് ടൈം നമ്മുടെ ശോഭന ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. ശോഭന അവർ കിടിലനായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. എസ്പെഷ്യലി അതിനകത്ത് അവസാനം ഒരു നോട്ടമൊക്കെ നോക്കുന്നുണ്ട് പുള്ളിക്കാരി വില്ലന്. എൻ്റെ അമ്മു, ഫയർ, തീ. പുഷ്പ എന്ന് പറഞ്ഞാൽ ഫയർ അല്ലടാ, ഫ്ലവറാന്ന് പറഞ്ഞാലേ, അല്ല ഫ്ലവറല്ല ഫയർ എന്ന് പറഞ്ഞാൽ ആ രീതിയിലൊരു മേരക നോട്ടമാണ് പുള്ളിക്കാരി നോക്കുന്നത്. പിന്നെ അഫ്കോഴ്സ് വില്ലൻ, പിന്നെ ഇതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നല്ല കിടുക്കനായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ BGM സ്കോറൊക്കെ ചെയ്തേക്കുന്നത് കിടിലനായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ വളരെ മെൽറ്റായിട്ട് പോകുന്ന തുടക്കത്തിൽ പാട്ടുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി എല്ലാം. പിന്നെ എസ്പെഷ്യലി സിനിമ ഷൂട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ നാട്ടിൽ തൊടുപുഴയിലാണ്. എസ്പെഷ്യലി നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ കാര്യങ്ങളൊക്കെ ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ലൊക്കേഷൻ ഭാഗ്യ ലൊക്കേഷനാണ് തൊടുപുഴ എന്ന് പറയുന്നത്. അതിവിടെ ചെയ്തേക്കുന്നത് മിക്ക സിനിമയും ഹിറ്റുകളാണ്. അപ്പോൾ മലയാള സിനിമയുടെ ഒരു ഹോളിവുഡ് എന്ന് വേണമെങ്കിൽ തൊടുപുഴയെന്ന് ഞങ്ങൾക്ക് പറയാം. ഇത് എല്ലാവരും ഇതിനൊരു സിനിമ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കുന്ന ഒരു മൂഡിലാണ് സിനിമ പോകുന്നത്. ഞാൻ പറഞ്ഞതിന് കയ്യടി ഒക്കെ പറഞ്ഞാൽ ഫാമിലി ഓഡിയൻസ് വരുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ കയ്യടി അടിക്കാൻ നമ്മൾ മറന്നു പോകണമല്ല, നമ്മൾ ആ സിനിമ കണ്ട് ഇങ്ങനെ ഇരുന്ന് പോകുന്നതിൻ്റെ ഒരു ഇതാണ്. അത്രയും കിടിലനായിട്ടാണ് തരുൺ മൂർത്തി സിനിമ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും സിനിമ വളരെ മൂവി മാൻ. അപ്പോൾ നിങ്ങളുടെ അടുത്ത സിനിമയ്ക്ക് നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് തുടരും മൂവിയെക്കുറിച്ച് പറയാനുള്ളത്. അങ്ങനെയല്ലേ, എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക.